ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 12 മണിവരെയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനം കടുത്ത വഞ്ചനയെന്ന് കേരള മദ്യനിരോധന സമിതി. CISFന്റെ വന്ദേമാതരം കോസ്റ്റൽ സൈക്ലത്തോൺ ഫെബ്രുവരി 20 കോഴിക്കോട് ജില്ലയിൽ. കേരള ടെക്നോളജി എക്സ്പോ KTX ഗ്ലോബൽ 2026 മെയ് 28 മുതൽ ട്രേഡ് സെന്ററിൽ. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും വേദിയൊരുക്കി ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ 11ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 20 മുതൽ കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 12 മണിവരെയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനം കടുത്ത വഞ്ചനയെന്ന് കേരള മദ്യനിരോധന സമിതി. തീരുമാനം സർക്കാർ തിരുത്തണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അബ്കാരികളും പാർട്ടിയും തമ്മിലുള്ള അവിഹിത വീഴ്ചയ്ക്ക് സമയം ദീർഘിപ്പിച്ചു കൊടുക്കുന്ന ദ്വാരപാലകരായിട്ടാണ് സർക്കാർ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് എത്രയും വേഗത്തിൽ കാര്യങ്ങൾ നേടുക. ബാറിന്റെ സമയം നീട്ടുന്നതിൽ ദുരൂഹമായ ഒരു കാര്യം എന്താണ്? ദുരൂഹമല്ല, അത് സുവ്യക്തമാണ്. ഇനി ഒരിക്കലും ഭരണം കിട്ടില്ല. ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി കടും വെട്ടി വെട്ടുകയാണ്. ഇതിന്റെ ഫലം ആലോചിച്ച് നോക്ക്. 12 മണി വരെ കുടിച്ച് പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ 3 മണി വരെ തുറന്ന് എപ്പോഴാണ് കുടിയൻ വീട്ടിൽ പോവുക? കുടിയൻ നീ കുടിച്ച് നിരത്തുമ്പോൾ കിടന്നോളൂ, നിന്റെ ഭാര്യയും കുടിച്ചോട്ടെ, അങ്ങനെ പെൺകുട്ടികളെയും കുടിപ്പിക്കല്ലേ? ഇത്രയും അധാർമികമായ ഒരു ഭരണം കേരളം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ശക്തിയായി ഇടപെടാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ തന്നെ. ബാർ തുറക്കില്ലെന്ന് ഉറപ്പ് നൽകി വോട്ട് നേടിയവർ അധികാരം ലഭിച്ചപ്പോൾ നാടെങ്ങും ബാർ തുറക്കുകയായിരുന്നുവെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് LDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശന നടപടികൾ എടുക്കുമെന്നുള്ളതെന്നും കേരള മദ്യനിരോധന സമിതി ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം LDF അധികാരമേറ്റ സമയം ഉണ്ടായിരുന്നതിന്റെ 33 ഇരട്ടിയായി. അബ്കാരികളെ പ്രീണിപ്പിച്ച പിണറായി സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ മദ്യാനുകൂല നടപടിയാണ് ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ വർദ്ധിപ്പിച്ച് രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാക്കിയത്. ഈ തീരുമാനത്തിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്നും കുടുംബം തകർക്കുന്ന തീരുമാനം സർക്കാർ തിരുത്തണമെന്നും മദ്യനിരോധന സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ, ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ TM രവീന്ദ്രൻ, മദ്യനിരോധന മഹിളാവേദി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ OJ ചിന്നമ്മ, സംസ്ഥാന സെക്രട്ടറി ഇയച്ചേരി പത്മിനി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CISF സംഘടിപ്പിക്കുന്ന വന്ദേമാതരം കോസ്റ്റൽ സൈക്ലത്തോൺ 2026 ഫെബ്രുവരി 20 കോഴിക്കോട് ജില്ലയിലെത്തും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷയും ദേശീയ ഐക്യവും ജനകീയ പങ്കാളിത്തവും ലക്ഷ്യമാക്കിയാണ് ഇന്ത്യയുടെ തീരദേശങ്ങളിലൂടെ യാത്ര നടത്തുന്നത്. പടിഞ്ഞാറൻ തീരദേശത്തിലൂടെയും കിഴക്കൻ തീരദേശത്തിലൂടെയും 6553 കിലോമീറ്റർ ദൈർഘ്യമുള്ള 25 ദിവസത്തെ പര്യവേഷണമാണ് സൈക്ലത്തോൺ. 2 ടീമുകളിൽ 65 സൈക്ലിസ്റ്റുകളും CISF അംഗങ്ങളും ഉൾപ്പെടെ 120 പേർ പങ്കെടുക്കും. ഇരു ടീമുകളും ഫെബ്രുവരി 22 കൊച്ചിയിലെത്തും. അവിടെ നടക്കുന്ന സമാപന ചടങ്ങുകളോടെ സൈക്ലത്തോൺ സമാപിക്കും. പടിഞ്ഞാറൻ തീരദേശത്തിലൂടെ സഞ്ചരിക്കുന്ന ടീം ഫെബ്രുവരി 20 രാവിലെ കണ്ണൂർ മുഴിപ്പിലങ്ങാട് ബീച്ച്, 9 മണിക്ക് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ്, 5 മണിക്ക് തുഞ്ചൻ മെമ്മോറിയൽ റിസർച്ച് സെന്റർ എന്നിവിടങ്ങളിലെത്തും. കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ തുഞ്ചൻ മെമ്മോറിയൽ റിസർച്ച് സെന്ററിൽ നടക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 21
മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന യാത്രാ സംഘം കൊച്ചിയിലേക്ക് യാത്ര തുടരും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ടെക്നോളജി എക്സ്പോ KTX ഗ്ലോബൽ 2026 മെയ് 28 മുതൽ 30 വരെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. കാലിക്കറ്റ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഇനിഷ്യേറ്റീവാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ Tier 1 സിറ്റീസിലും Tier 2 and Tier 3 സിറ്റീസിലേക്കാണ് ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാലിക്കറ്റ് മാതിരി ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി, ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായിക്കൂടാ. വി ഷുഡ് നോട്ട് മിസ് ദിസ് പ്ലേസ്. അതുകൊണ്ടാണ് എങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഹൗ യു ക്യാൻ മേക്ക് ദി സിറ്റി എ ബ്യൂട്ടിഫുൾ സിറ്റി, എ സിറ്റി വെയർ ക്യാൻ ബി ആസ്പിറേഷൻ സിറ്റി ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. അതിനുള്ള എല്ലാ കോമ്പണൻസും നമ്മുടെ ഈ സിറ്റിയിലുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും എങ്ങനെ വർക്ക് ചെയ്യാമെന്നതുകൊണ്ടാണ് ഈ ഇനീഷ്യേറ്റീവ് വന്നത്. ആരോഗ്യ സംരക്ഷണ, സാങ്കേതിക വിദ്യ, റീറ്റെയിൽ ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി തുടങ്ങി 6 മേഖലകളിലായി 200ഓളം സ്റ്റാളുകളാണ് പ്രദർശനത്തിലുണ്ടാകുക. 2ാം തവണയാണ് കേരള ടെക്നോളജി എക്സ്പോ കോഴിക്കോട്ട് നടക്കുന്നത്. ബിസിനസ് ചർച്ചകളും പ്രത്യേക സെഷനുകളും ഉണ്ടാകും. പ്രദർശനത്തിന് മുന്നോടിയായി വിവിധ മത്സരങ്ങൾ, ഹാക്കത്തണുകൾ, ക്യാമ്പസ് പരിപാടികൾ എന്നിവയും നടത്തും. സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ ആഗോള സ്ഥാപനങ്ങളെയും നിക്ഷേപകരെയും കേരളത്തിലെ സ്ഥാപനങ്ങളുമായും വ്യക്തികളുമായും ബന്ധിപ്പിക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യമെന്ന് CITI ചെയർമാൻ അജയൻ K ആനാട്ട്, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് നിത്യാനന്ദ കമ്മത്ത്, സ്കിൽ ഏബ്ലേഴ്സ് ടെക്നോളജി CEO രവീന്ദ്രൻ കസ്തൂരി എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ 11ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 20-21 തീയതികളിൽ കോഴിക്കോട് ജൂബിലി ഹാളിൽ നടക്കും. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്യാനുള്ള വേദിയാകും സമ്മേളനം. മൃഗസംരക്ഷണ വകുപ്പിലെ ഫീൽഡ് സാങ്കേതിക വിഭാഗം ജീവനക്കാരായ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ സംഘടനയാണ് കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ. യൂണിയന്റെ 11ാം സംസ്ഥാന സമ്മേളനം സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് ക്ഷീര കർഷക സംഗമം സംഘടിപ്പിക്കും. രാഷ്ട്രീയ സംഘടനാ രംഗത്തുള്ള സംസ്ഥാന നേതാക്കൾ സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. സിവിൽ സർവീസിലെ പൊതുവിഷയങ്ങളോടൊപ്പം വകുപ്പിലെ ജീവനക്കാരുടെ വിഷയങ്ങളും കർഷകരുടെ ബുദ്ധിമുട്ടുകളും അവർക്കുള്ള പരിഹാരങ്ങളും സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ 2 വാക്സിനേഷൻ ഇപ്പോൾ ഒരേ സമയം ചെയ്യുന്നത്, ലംബിസ്കിൻ ഡിസീസിന്റെയും അതോടൊപ്പം തന്നെ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസിന്റെയും. ഇപ്പോൾ ലംബിസ്കിൻ ഡിസീസിന്റെ വാക്സിൻ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് 3 മണിക്കൂറിന് ഉപയോഗിക്കണമെന്നാണ്. അതിന്റെ പൊട്ടൻഷ്യൽ ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഈ 3 മണിക്കൂറിന് നമുക്ക് ഈ വാക്സിൻ ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലാണ്. ഇതേ സമയം വാക്സിനേഷന്റെ സമയത്ത് തന്നെ നമുക്ക് ഈ ഡാറ്റ, കർഷകരുടെ വിവരങ്ങൾ കൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കർഷകന്റെ ആധാർ അപ്ലോഡ് ചെയ്യണം. ഈ ആധാർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു OTP വരും. ആ OTP കർഷകരിൽ നിന്ന് വാങ്ങി അത് OTP കൊടുത്ത് അത് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷമാണ് ഓരോ അനിമലിനെയും എൻട്രി ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഫാമിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ 4 പശു ഉണ്ടെങ്കിൽ ഏതാണ്ട് 1/2 മണിക്കൂറോളധികം ഇതിനായിട്ട് ചെലവാക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് N. കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറി KC സുരേഷ് ബാബു, ജനറൽ കൺവീനർ M. സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. റോട്ടറി ക്ലബ്ബ് കോഴിക്കോട് കോട്ടപ്പറമ്പ് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് വീൽ ചെയറുകൾ കൈമാറി. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി പ്രമോദ് കുമാർ, റോട്ടറി പ്രസിഡന്റ് വിജയ് പി നഗദിയിൽ നിന്നും വീൽ ചെയറുകൾ സ്വീകരിച്ചു. കോഴിക്കോട് കോട്ടപ്പറമ്പ് ആശുപത്രിക്ക് വീൽ ചെയറുകൾ കൈമാറി. കോട്ടപ്പറമ്പ് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലേക്കാണ് റോട്ടറി ക്ലബ്ബ് കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ വീൽ ചെയറുകൾ സംഭാവന നൽകിയത്. HMC മെമ്പർ ഫിറോസ് PP-യുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി പ്രമോദ് കുമാർ, റോട്ടറി കോഴിക്കോട് പ്രസിഡന്റ് വിജയ് പി നഗദിയിൽ നിന്നും വീൽ ചെയറുകൾ ഏറ്റുവാങ്ങി. ഇതുപോലെ സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങൾ ലഭ്യമാകുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഇവിടുത്തെ രോഗികൾക്ക് പലപ്പോഴും പെട്ടെന്ന് വീൽചെയറിന്റെ പലപ്പോഴും ഇവിടെ ഉള്ളത് തന്നെ പലപ്പോഴും കംപ്ലൈന്റ് ആവാറുണ്ട്. കഴിഞ്ഞ ദിവസം ലേബർ റൂമിലുള്ള വീൽചെയർ കംപ്ലൈന്റ് ആയി. പെട്ടെന്ന് നമുക്ക് ഗവൺമെന്റ് ലെവലിൽ പർച്ചേസിന് ബുദ്ധിമുട്ടായിരിക്കും. അത്തരം ഘട്ടങ്ങളിലാണ് ഇതുപോലുള്ള സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങൾ ഏറ്റവും കൂടുതൽ. ചടങ്ങിൽ റോട്ടറി കോഴിക്കോട് പ്രസിഡന്റ് ഇലക്ട് PV ഹമീദ്, HMC അംഗങ്ങളായ ഹസീന ഷംസുദ്ദീൻ, ലതാകുമാർ, TT റഫീഖ് എന്നിവർ സംസാരിച്ചു. ആശുപത്രി RMO ഡോക്ടർ ബിന്ദു AV, റോട്ടറി കോഴിക്കോട് സെക്രട്ടറി ഇലക്ട് PV രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PP ശ്രീധരൻ ഉണ്ണിയുടെ ഓതിരം കടകം, ലക്ഷ്മി വാഗയാടിന്റെ കിലുക്കം എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ UK കുമാരൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രശസ്ത കവി PP ശ്രീധരൻ ഉണ്ണി രചിച്ച സാമൂഹിക വിമർശനാത്മക ഹാസ്യ കവിതാ സമാഹാരം ഓതിരം കടകം, എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ലക്ഷ്മി വാഗയാട് രചിച്ച കുട്ടിക്കവിതകളുടെ സമാഹാരമായ കിലുക്കം എന്നിവയുടെ പ്രകാശനം പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ, ഗോപി പുതുക്കോട്, KG രഘുനാഥ് എന്നിവർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. തന്റെ കവിതകളിൽ മിതത്വവും ഒതുക്കവും ചാർത്തിയിരുന്ന PP ശ്രീധരനുണ്ണി എന്ന കവിയുടെ കാവ്യജീവിതത്തിലെ വഴിത്തിരിവാണ് ഓതിരം കടകം എന്ന കവിതാ സമാഹാരമെന്ന് അദ്ദേഹം പറഞ്ഞു. കവിതകളിൽ ഹാസ്യമുണ്ടാക്കുക എന്നത് എളുപ്പമല്ല. കുറഞ്ഞ വരികളിൽ വലിയ അവബോധത്തിന്റെ അംശം ഈ കവിതകളിലുണ്ട്. ഒരു കവിയുടെ ഉത്തരവാദിത്വം ആസ്വാദകർക്ക് പുതിയ വാതായനങ്ങൾ തുറന്നിടലാണെന്നും അദ്ദേഹം ഇതിൽ വിജയിച്ചിട്ടുണ്ടെന്നും UK കുമാരൻ അഭിപ്രായപ്പെട്ടു. ലക്ഷ്മി വാഗയാടിന്റെ കിലുക്കം കുട്ടിക്കവിതകൾ ഉപരിപ്ലവമായ കവിതകളല്ലെന്നും ആഴത്തിലുള്ള കവിതകളാണെന്നും കുട്ടികളുടെ മനസ്സിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ കഴിയുന്നതാണെന്നും UK കുമാരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാവ്യ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിനെ സൂചിപ്പിക്കുന്ന കവിതകളാണ്. മാത്രമല്ല കവിതകളിൽ ഹാസ്യമുണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പീപ്പിൾസ് റിവ്യൂ പത്രാധിപർ PT നിസാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ PK രാധാമണി, ഗോപി പുതുക്കോട്, KG രഘുനാഥ് എന്നിവരും സംസാരിച്ചു. ഗ്രന്ഥകർത്താക്കളായ PP ശ്രീധരനുണ്ണി, ലക്ഷ്മി വാഗയാട് എന്നിവർ മറുമൊഴി നടത്തി. വേദിയിൽ വെച്ച് പീപ്പിൾസ് റിവ്യൂ 18ാം വാർഷിക പതിപ്പ് KG രഘുനാഥ്, ഗോപി പുതുക്കോടിന് നൽകി പ്രകാശനം ചെയ്തു. പീപ്പിൾസ് റിവ്യൂ സാഹിത്യവേദി കൺവീനർ പുരുഷു കക്കോടി, ചെയർമാൻ RK ഇരവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് റമദാൻ കിറ്റുകളും ചികിത്സാ ആനുകൂല്യങ്ങളും വിതരണം ചെയ്തു. കോഫി ഇന്നോവേഷൻസ് MD സിദ്ദിഖ് കാഞ്ഞിരത്തിങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർധന രോഗികൾക്ക് റമളാൻ കിറ്റ് വിതരണം, വസ്ത്രവിതരണം, ചികിത്സ ധനസഹായ വിതരണം എന്നിവ സംഘടിപ്പിച്ചു. കുറ്റിക്കാട്ടൂർ ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി
കോഫി ഇന്നോവേഷൻസ് MD സിദ്ദിഖ് കാഞ്ഞിരത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. 16 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഈ ഒരു കൂട്ടായ്മ ഒരുപാട് പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഓടി നടന്നുകൊണ്ടാണ് ഇത്തരം ഓരോ സംരംഭങ്ങളും അവർ നിറവേറ്റി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള ഓരോരുത്തരെയും കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ഭക്ഷണവും അവർക്ക് ആവശ്യമായ വസ്ത്രവും അവരുടെ രോഗചികിത്സക്ക് ആവശ്യമായ ധനസഹായവും നൽകുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ്. മാനേജിംഗ് ട്രസ്റ്റി മൊയ്തീൻ കോയ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ അർഷാദ്, മുൻ ചെയർമാൻ സുമി, ട്രസ്റ്റ് അംഗങ്ങളായ മുജീബ്, ഹസീന, സാജിദ, മുഹമ്മദ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നരുക്കുനി റോയൽ വീൽസിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം തുടങ്ങി. പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തണൽ റീഹാബിലിറ്റേഷൻ സെന്ററിന് ആംബുലൻസും കൈമാറി. നരുക്കിനി റോയൽ വീൽസ് യൂസ്ഡ് കാർ ഷോപ്പിന്റെ ഉദ്ഘാടനം പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അതോടനുബന്ധിച്ച് അത്താണിക്ക് സ്നേഹസമ്മാനമായി ഹോം കെയർ ആംബുലൻസ് കൈമാറി. ഉപയോഗിക്കുന്നവരായി മാറിയെന്നത് വാഹനം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഒരു വീടും ഒരു വാഹനവും വസ്ത്രവും ഒക്കെ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു അടിസ്ഥാനപരമായ ആവശ്യമാണ്. നമുക്ക് നരുക്കിനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ലൈല പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ജോഹർ പൂമംഗലം, KC ഖാദർ ഹാജി, സനോജ് കൊന്നാടി, അശോകൻ മാസ്റ്റർ, KC സലാം, T മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ഗുണമേന്മയുള്ള യൂസ്ഡ് കാറുകൾ ലഭ്യമാണെന്ന് മാനേജിംഗ് ഡയറക്ടർ TKC സിദ്ദിഖ്, ബാവ മച്ചക്കുളം എന്നിവർ പറഞ്ഞു. നമ്മൾ 9-10 വർഷം പോലായിട്ട് വാഹനം കൊടുത്ത് അതിന്റെ ഒരു റിസൾട്ടാണ് ഇന്ന് വന്നത്. അത്രയും കസ്റ്റമർ ഇന്ന് വന്നു. നരുക്കിനി പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്കുള്ള ഭക്ഷണത്തിനുള്ള സാമ്പത്തിക സഹായം പരിപാടിയിൽ മാനേജിംഗ് ഡയറക്ടർമാർ ചേർന്ന് കൈമാറി. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. പതഞ്ജലി യോഗ റിസർച്ച് സെന്ററിന്റെ 2026 ധ്യാനോത്സവം ഫെബ്രുവരി 22 ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. യോഗാചാര്യൻ P ഉണ്ണിരാമൻ നേതൃത്വം നൽകും. ധ്യാനം ഒരു മനുഷ്യന്റെ ശരിക്കും പറയാന് ഉപബോധ മനസ്സിനെ ഉണർത്തി നമ്മുടെ മനസ്സിന്റെ ശക്തി, മൈൻഡ് പവർ വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കും. പൊതുവെ നമുക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ 2-3 മിനിറ്റോ ഇരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ശരീരത്തിനും മനസ്സിനും സ്വസ്ഥത കൊടുക്കാൻ സാധിച്ചോ നമ്മൾ വിജയിച്ചു. അതിന് സഹായിക്കുന്ന വിധത്തിലാണ് ഈ ധ്യാനോത്സവം, നമ്മൾ ക്രമീകരിച്ചത്.
പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ യോഗാചാര്യൻ പി ഉണ്ണിരാമൻ നയിക്കുന്ന 29ാമത് ധ്യാനോത്സവം ഫെബ്രുവരി 22-ന് കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിശീലനം സൗജന്യമാണ്. യോഗാസനം, പ്രാണായാമം, സംഗീതം എന്നിവയിലൂടെ ധ്യാനത്തിന്റെ ഏറ്റവും ആഴത്തിലേക്ക് എത്തുന്ന പരിപാടിയിൽ ഏത് പ്രായക്കാർക്കും പങ്കെടുക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന ധ്യാനോത്സവത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് സുമേരു സന്ധ്യാഗായകൻ മുരുകദാസ് ചന്ദ്ര നയിക്കുന്ന ഭജൻ സന്ധ്യയും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ വർഷത്തെ ധ്യാനോത്സവം സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടാണ്. അപ്പം എന്താ പറയാ, വളരെ ആനന്ദമയമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം. വാർത്താ സമ്മേളനത്തിൽ യോഗാചാര്യൻ പി ഉണ്ണിരാമൻ, ട്രഷറർ PP ഉണ്ണികൃഷ്ണൻ, മുരളി ലൂമിനസ്, സ്വാഗത സംഘം കൺവീനർ A ബിജുനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ നമ്മുടെ ഒരു ലക്ഷ്യം, ആചാര്യന്റെ ലക്ഷ്യം ആരോഗ്യമുള്ള ഒരു കേരളം, ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം. അദ്ദേഹത്തിന്റെ അജണ്ടയും അത് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളിക്കുന്ന് മഹാശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങളിൽ ശ്രദ്ധ നേടി മാനവേദയുടെ തിരുവാതിരക്കളി. മാനവേദ നൃത്തസംഘത്തിലെ 8 പേരാണ് ഭഗവാന്റെ സ്തുതിഗീതങ്ങൾ പാടി ചുവടുകൾ വെച്ചത്. മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ മഹാമായ ഭഗവതി പ്രിയ നിന്നെ തൊഴുന്നേ. മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ മഹാമായ ഭഗവതി പ്രിയ നിന്നെ തൊഴുന്നേ. എരുകിൻ പൂവളത്തിലാതിതൾ മാല ധരിച്ചും കൊണ്ടിരിക്കും ശങ്കര പ്രഭോ ഇതായിരുന്നു തൊഴുന്നേ. എരുകിൻ പൂവളത്തിലാതിതൾ മാല ധരിച്ചും കൊണ്ടിരിക്കും ശങ്കര പ്രഭോ ഇതായിരുന്നു തൊഴുന്നേ. ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നേ. മഹാശൈലാധിപതിന്റെ ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 12 മണി വരെയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനം കടുത്ത വഞ്ചനയെന്ന് കേരള മദ്യനിരോധന സമിതി. CISF-ന്റെ വന്ദേമാതരം കോസ്റ്റൽ സൈക്ലത്തോൺ ഫെബ്രുവരി 20-ന് കോഴിക്കോട് ജില്ലയിൽ. കേരള ടെക്നോളജി എക്സ്പോ KTS ഗ്ലോബൽ 2026 മെയ് 28 മുതൽ ട്രേഡ് സെന്ററിൽ. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും വേദിയൊരുക്കി ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ 11ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 20 മുതൽ കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.